സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരി 14 ഫ്രഞ്ച് മാധ്യമമായ ലാ ട്രിബ്യൂൺ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ നാവികസേന 31 റഫേൽ മറീൻ യുദ്ധവിമാനങ്ങളും കൂടി അഡീഷണലായിട്ട് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് വെറും ഒരു സാധാരണ വാർത്തയല്ല. കാരണം ഇതിനകം ഇന്ത്യൻ നേവിക്ക് വേണ്ടി കരാറിലായി 26 റഫാൽ എം വിമാനങ്ങൾക്ക് പുറമെയാണ് ഈ 31. വ്യോമസേനയുടെ 114 വിമാനങ്ങളുടെ കരാറും കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ കൈവശം വരാൻ പോകുന്നത് 200-ലധികം റഫാൽ യുദ്ധവിമാനങ്ങളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കയ്യിലുള്ള 36 റഫാൽ വിമാനങ്ങൾ, ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഫേസ് 1 നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ള 26 റഫാൽ യുദ്ധവിമാനങ്ങൾ, പിന്നെ അത് ഇപ്പം നമ്മൾ അപ്രൂവൽ കൊടുത്തിരിക്കുന്ന MRFA പ്രോജക്റ്റിൻ്റെ കീഴിൽ വരുന്ന 114 റഫാൽ F4 യുദ്ധവിമാനങ്ങൾ, ഇത് കൂടാതെ അഡീഷണലായിട്ട് നേവിക്ക് വേണ്ടിയിട്ട് 31 റഫാൽ എം യുദ്ധവിമാനങ്ങളും കൂടി, അങ്ങനെ എല്ലാം കൂടി 207 റഫാൽ വിമാനങ്ങൾ. എന്തിനാണ് ഇന്ത്യ ഇത്രയധികം വിമാനങ്ങൾ ഒരേ കമ്പനിയിൽ നിന്നും വാങ്ങുന്നത്? അപ്പം നമ്മുടെ തദ്ദേശീയ പദ്ധതിയായ TED-BF ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ ഉപേക്ഷിക്കുകയാണോ? ഇന്ത്യയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ INS വിശാൽ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് എന്താണ്? മെഡിറ്ററേനിയൻ കടൽ മുതൽ മലാക്ക കടലെടുക്ക് വരെ നീളുന്ന ഇന്ത്യയുടെ ഈ ഗ്രാൻഡ് സ്ട്രാറ്റജി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് എന്തുകൊണ്ട് ഈ 31 റഫാൽ എം വിമാനങ്ങൾ കൂടി എന്നുള്ളതിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ഈ 31 എന്ന് പറയുന്ന സംഖ്യ ആകാശത്തുനിന്ന് പൊട്ടി വീണതൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യൻ നാവികസേന അവരുടെ വിമാനവാഹിനി കപ്പലുകൾക്കായിട്ട് ആവശ്യപ്പെട്ടത് 57 യുദ്ധവിമാനങ്ങളാണ്. മൾട്ടി റോൾ കരിയർ ബോൺ ഫൈറ്റേഴ്സ് MRCBF എന്നുള്ള പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് DRDOയും ADAയും ചേർന്ന് തദ്ദേശീയമായിട്ടൊരു വിമാനം നിർമ്മിക്കാമെന്ന് ഏറ്റതോടുകൂടി, അതായത് TED-BF പ്രൊജക്റ്റ്, ഇറക്കുമതി ചെയ്യുന്ന വിമാനങ്ങളുടെ എണ്ണം 26 വെട്ടിച്ചുരുക്കി. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞ് കിടക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. അതിൽ ആദ്യത്തേത് TED-BFൻ്റെ കാലതാമസം തന്നെ. 2026 ആദ്യ പറക്കൽ നടത്തേണ്ടിയിരുന്ന TED-BF 2030കളിലേക്ക് നീളുമെന്ന സൂചനകൾ ശക്തമാണ്. എൻജിൻ ക്ഷാമം, ഡിസൈനിലെ മാറ്റങ്ങൾ, പിന്നെ തേജസ് മാർക്ക് 2വിൻ്റെ തിരക്ക്, ഇതെല്ലാം ഇതിൻ്റെ കാരണമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പം നമ്മൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന MiG-29Kയുടെ വിരമിക്കലും ആസന്നമായിട്ടുള്ളത്. നിലവിൽ നമ്മുടെ കൈവശമുള്ള റഷ്യൻ നിർമ്മിത MiG-29K വിമാനങ്ങൾ 2030-2032 ആകുമ്പോഴേക്കും സർവീസ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ആ സമയത്തേക്ക് TED-BF തയ്യാറായില്ലെങ്കിൽ നമ്മുടെ വിമാനവാഹിനി കപ്പലുകൾ വെറും ഫ്ലോട്ടിംഗ് എയർപോർട്ടുകൾ മാത്രമായിട്ട് ഇങ്ങനെ മാറും. ഈ വലിയൊരു സെക്യൂരിറ്റി ഗ്യാപ്പ് ഒഴിവാക്കാനാണ് ഇന്ത്യ വീണ്ടും റഫാലിലേക്ക് തിരിയുന്നത്. നേരത്തെ ഓർഡർ ചെയ്ത 26 വിമാനങ്ങൾ INS വിക്രാന്തിനും വിക്രമാദിത്യയ്ക്കും വേണ്ടി വീതം വയ്ക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന 31 വിമാനങ്ങൾ ഇന്ത്യയുടെ ഭാവി സ്വപ്നമായ മൂന്നാം വിമാനവാഹിനി കപ്പൽ IAC-2 INS വിശാലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ഇന്ത്യയുടെ ഗെയിം പ്ലാൻ എങ്ങനെയാണ് മാറുന്നതെന്ന്? നാവികസേനയുടെ പഴയ പ്ലാൻ പ്രകാരം മൂന്നാമതൊരു വിമാനവാഹിനി കപ്പലും കൂടി 65,000 ടൺ ഭാരമുള്ള ന്യൂക്ലിയർ പവറിൽ പ്രവർത്തിക്കുന്ന കാറ്റാപ്പൾട്ട് സംവിധാനമുള്ള ഒന്നാകണമെന്നായിരുന്നു. റഫാൽ എം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു കാറ്റോബാർ വിമാനമാണ്. കാറ്റോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാപ്പൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി എന്നാണ് ഇതിനെ പറയുന്നത്. ഫ്രാൻസിൻ്റെ സ്വന്തം വിമാനവാഹിനി കപ്പലായിട്ടുള്ള ചാൾസ് ഡി ഗാൾ കാരിയറിൽ നിന്ന് ഇത് പറന്നുയരുന്നത് കാറ്റാപ്പൾട്ട് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഇന്ത്യയുടെ നിലവിലെ വിക്രാന്തിൽ സ്കീ ജമ്പാണ് ഉള്ളത്. റഫേലിന് സ്കീ ജമ്പ് വഴിയും പറക്കാൻ കഴിയുമെന്ന് പരീക്ഷണങ്ങളിൽ തെളിഞ്ഞെങ്കിലും അതിൻ്റെ പൂർണ്ണ ശേഷി പുറത്തെടുക്കാനായിട്ട് കാറ്റപ്പൾട്ട് തന്നെ വേണം. പുതിയ 31 റഫേൽ വരുന്നത് INS വിശാലിനെ ലക്ഷ്യമിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കാറ്റപ്പൾട്ട് സാങ്കേതിക വിദ്യയിലേക്ക്, അഥവാ EMALS ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റത്തിലേക്ക് മാറാൻ പോകുന്നു എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. അപ്പോൾ ഇത്രയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും കൂടി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തേതാണ് കൂടുതൽ പേലോഡ്. അതായത് കാറ്റപ്പൾട്ട് ഉപയോഗിച്ച് വിക്ഷേപിക്കുമ്പോൾ വിമാനത്തിന് കൂടുതൽ ഇന്ധനവും ആയുധങ്ങളും വഹിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, അവാക്സ് വിമാനങ്ങളൊക്കെ നമ്മളിപ്പോൾ E-2D ഹോക്കൈ പോലുള്ളതൊക്കെ കരിയറിൽ നിന്ന് പറത്തണമെന്നുണ്ടെങ്കിൽ കാറ്റപ്പൾട്ട് അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട്, റഫേലിനെ അതിൻ്റെ ഫുൾ പവറിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് റഫേൽ എമ്മിൻ്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം എന്ന് പറയുന്നത് 24.5 ടണ്ണാണ്. ഒരു സ്കീ ജമ്പ് മെത്തേഡിലാകുമ്പോൾ ഇത് പരിമിതപ്പെടുത്തേണ്ടതായിട്ട് വരും.
പക്ഷേ INS വിശാലിൽ നിന്ന് പറക്കുമ്പോൾ അതിൽ കാറ്റപ്പൾട്ട് ഉള്ളത് കൊണ്ട് റഫാലിൻ്റെ 14 ഹാർഡ് പോയിന്റുകളിലും ആയുധം നിറച്ച്, അതായത് ഒരു ഒമ്നി റോൾ കോൺഫിഗറേഷനിൽ പറക്കാനായിട്ട് സാധിക്കും. ഒമ്നി റോൾ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യുദ്ധമേഖലയിലെ എല്ലാ ജോലികളും ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കോൺഫിഗറേഷൻ. എയർ ടു എയർ കൊമ്പാറ്റിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ, എയർ ടു ഗ്രൗണ്ട് കൊമ്പാറ്റിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ, അതിൻ്റെ കൂടെ ആൻറ്റി ഷിപ്പ് മിഷന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ, ഇതെല്ലാം ഒരേ സമയം ഈ വിമാനത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരേ മിഷനിൽ തന്നെ എല്ലാ റോളുകളും കൈകാര്യം ചെയ്യാനായിട്ട് ഈ വിമാനത്തിന് സാധിക്കും. ഇനി നമുക്ക് സാങ്കേതിക വിദ്യയുടെ ഉള്ളിലേക്ക് കുറച്ചും കൂടി ഒന്ന് കടന്നു ചെല്ലാം. ചൈനയുടെ കയ്യിൽ 3 തരം കരിയർ ഫൈറ്ററുകളാണ് ഉള്ളതും വരാനിരിക്കുന്നതും എല്ലാം കൂടെ ചേർത്തിട്ട്. അതിൽ ആദ്യത്തേതാണ് J-15 ഫ്ലൈയിങ് ഷാർക്ക് എന്നാണ് വിളിക്കുന്നത്. ഇത് റഷ്യയുടെ Su-33യുടെ ഒരു കോപ്പിയാണ്. രണ്ടാമത് അവർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ J-20 മൈറ്റി ഡ്രാഗൺ, ഇതൊരു ലാൻഡ് ബേസ്ഡ് സ്റ്റെൽത്ത് ഫൈറ്ററാണ്. മൂന്നാമതായിട്ട് ഇപ്പം നിർമ്മാണത്തിൽ ഇരിക്കുന്ന നേവൽ സ്റ്റെൽത്ത് ഫൈറ്ററായിട്ടുള്ള J-35 അല്ലെങ്കിൽ FC-31 വിമാനങ്ങൾ. ഇത് ഓരോന്നിനെയും റഫേൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് റഫാൽ എമ്മും J-15 തമ്മിലുള്ള ഒരു കമ്പാരിസൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, J-15 എന്ന് പറയുന്നത് ഒരു ഭാരക്കൂടുതലിൻ്റെ ഇരയാണെന്ന് പറയാം. അതായത് J-15 ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ കരിയർ ഫൈറ്ററുകളിൽ ഒന്നാണ്. അതിൻ്റെ MT വെയിറ്റ് മാത്രം 17.5 ടണ്ണാണ്. അവിടെയാണ് റഫാലിന് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അതിൻ്റെ MT വെയിറ്റ് വെറും 10 ടണ്ണ് മാത്രമാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചൈനയുടെ നിലവിലെ കരിയറുകളിൽ സ്കീ ജമ്പാണ്. അതുകൊണ്ട് J-15 ഫുൾ ടാങ്ക് ഇന്ധനവും ബോംബുകളും നിറച്ച് പറക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം റഫേൽ ആണെന്നുണ്ടെങ്കിൽ ഭാരം കുറഞ്ഞതായതുകൊണ്ട് അതിന് കുറച്ചും കൂടെ നല്ല ത്രസ്റ്റ് വെയിറ്റ് റേഷ്യോ, അതായത് കുറഞ്ഞ ദൂരത്തിൽ നിന്ന് പറന്നുയരാനും ഡോഗ് ഫൈറ്റുകളിൽ പോലും J-15നേക്കാളും വേഗത്തിൽ തിരിയുവാനും ഒക്കെ സാധിക്കും. ആധുനിക യുദ്ധങ്ങളിൽ ഒരു ഡോഗ് ഫൈറ്റിന് വലിയ പ്രാധാന്യം ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ക്ലോസ് കോമ്പാറ്റിൽ ഡോഗ് ഫൈറ്റിന് ഇപ്പോഴും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ J-15 ഒരു പറക്കും ടാങ്കർ പോലെയാണെന്നുണ്ടെങ്കിൽ റഫാൽ ഒരു ചീറ്റപ്പുലിയെ പോലെയാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി J-20യുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചൈനയുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള J-20 ഒരു 5ാം തലമുറ യുദ്ധവിമാനമാണ്. പക്ഷേ റഫാലിന് ഇതിനെ നേരിടാനായിട്ട് സ്പെക്ട്ര എന്നൊരു ബ്രഹ്മാസ്ത്രമുണ്ട്. സ്പെക്ട്ര എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റാണ്. ശത്രുവിൻ്റെ റഡാർ സിഗ്നലുകളെ തിരിച്ചറിയാനും അതിനെ ജാം ചെയ്യാനും ആവശ്യമെങ്കിൽ തിരിച്ചു സിഗ്നൽ അയച്ച് റഡാറിനെ കബളിപ്പിക്കാനും, അതായത് ആക്റ്റീവ് ക്യാൻസലേഷൻ ചെയ്യാനും ഇതിന് സാധിക്കും. അതുപോലെ തന്നെ FSO എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ട് സെക്ടർ ഒപ്ട്രോണിക്സ് എന്ന് പറയുന്നത്, J-20 ഒരു സ്റ്റെൽത്ത് വിമാനമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എഞ്ചിൻ്റെ ചൂട്, ഹീറ്റ് സിഗ്നേച്ചർ നല്ലപോലെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ റഫാലിൻ്റെ മൂക്കിൻ്റെ അടുത്തുള്ള FSO സെൻസറുകൾക്ക് റഡാർ ഉപയോഗിക്കാതെ തന്നെ 100 കിലോമീറ്റർ അകലെ നിന്ന് ഈ ചൂട് തിരിച്ചറിഞ്ഞ് J-20യെ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ J-20യുടെ പൈലറ്റ് അറിയുന്നതിന് മുമ്പേ തന്നെ റഫാലിൻ്റെ മിസൈൽ അവിടെ എത്തിയിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി റഫാലിനെ നമ്മൾ J-35യുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം J-35 എന്ന് പറയുന്നത് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. അതിന് ഒരു കൊമ്പാറ്റ് പ്രൂവൺ എന്നുള്ളൊരു ലേബൽ ഇതുവരെ ആയിട്ടില്ല. എന്നാൽ റഫേൽ ലിബിയയിലും സിറിയയിലും ഓപ്പറേഷൻ സിന്ദൂറിലും ഇറാഖിലും എല്ലാം യുദ്ധം ചെയ്ത് തെളിയിക്കപ്പെട്ട വിമാനമാണ്. യുദ്ധത്തിൽ പരിചയസമ്പത്തുള്ള പൈലറ്റും വിമാനവും കടലാസിലെ കണക്കുകളെക്കാൾ എപ്പോഴും മുമ്പിലായിരിക്കുകയും ചെയ്യും. പിന്നെ പാകിസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇതിലും രസമാണ്. കാരണം അവരുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത് ചൈന നൽകിയ J-10C വിമാനങ്ങളും JF-17 ബ്ലോക്ക് 3 വിമാനങ്ങളും ഒക്കെയാണ്. ഇത് രണ്ടും മികച്ച വിമാനങ്ങളാണ്, സംശയമൊന്നുമില്ല. പക്ഷേ റഫാലിൻ്റെ പാക്കേജിലുള്ള 2 മിസൈലുകൾ കളി മാറ്റും. അതിലാദ്യത്തേതാണ് മീറ്റിയോർ. ലോകത്തിലെ തന്നെ ഇന്നത്തെ ഏറ്റവും മികച്ച എയർ ടു എയർ മിസൈലാണ് മീറ്റിയോർ മിസൈലുകൾ. ഇതിൻ്റെ നോ എസ്കേപ്പ് സോൺ എന്ന് പറയുന്നത് തന്നെ 60 കിലോമീറ്ററിലധികമാണ്. എന്ന് പറഞ്ഞാൽ ഈ മീറ്റിയോർ മിസൈലിൻ്റെ 60 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഏതെങ്കിലും ഒരു വിമാനം വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മീറ്റിയോർ മിസൈലിൻ്റെ പരമാവധി റേഞ്ച് 150 കിലോമീറ്ററും. അതായത് പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത് അതിർത്തിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ പറക്കുന്ന റഫാലിന് അതിനെ വെടിവെച്ചിടാൻ പറ്റും. പാകിസ്ഥാൻ്റെ J-10Cയിലെ P-15 മിസൈലിനേക്കാളും കൃത്യതയും വേഗതയും മീറ്റിയോറിനുണ്ട് താനും. അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് ഡീപ്പ് സ്ട്രൈക്ക് മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കാൾപ്പ് മിസൈലുകൾ. ഇതൊരു ക്രൂസ് മിസൈലാണ്. 300 മുതൽ 500 കിലോമീറ്ററിലധികം ദൂരം താണ്ടാൻ ശേഷിയുള്ള ഇതിന് ശത്രുവിൻ്റെ ബങ്കറുകളെയും കമാൻഡ് സെൻറ്ററുകളെയും തകർക്കാനായിട്ട് സാധിക്കും. ഇതും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.
പിന്നെ വരുന്നതാണ് എക്സോസിറ്റ് എന്ന് പറയുന്ന AIM-39 ആൻറ്റി ഷിപ്പ് മിസൈലുകൾ. കടലിലെ യുദ്ധത്തിന് റഫേൽ ഉപയോഗിക്കുന്നത് എക്സോസെറ്റ് മിസൈലുകളാണ്. വളരെയധികം താഴ്ന്നു പറന്ന്, അതായത് സീ സ്കിമ്മിങ് കേപ്പബിലിറ്റി എന്ന് പറയും, സമുദ്രനിരപ്പിൽ നിന്നും 5-10 മീറ്റർ മാത്രം ഉയരത്തിൽ പറന്ന് കപ്പലിൻ്റെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ കപ്പലുകളെ തകർക്കാനായിട്ട് ഇതിന് സാധിക്കും. പാകിസ്ഥാൻ്റെ നാവികസേനയുടെ ഉറക്കം കെടുത്തുന്ന ഒരു പേടി സ്വപ്നമായിരിക്കും എക്സോസെറ്റ് മിസൈലുകൾ. സുഹൃത്തുക്കളെ, ഇതൊന്നും വെറും അവകാശവാദങ്ങളല്ല. റഫാലും അതിൻ്റെ കഴിവ് പല വട്ടം തെളിയിച്ചതാണ്. ഓപ്പറേഷൻ ഹർമത്താൻ കേട്ടിട്ടുണ്ടോ? ലിബിയയിൽ 2011 ലിബിയയിലെ ഗദ്ദാഫിയുടെ സൈന്യത്തിന് നേരെ ആദ്യം ആക്രമണം നടത്തിയത് റഫാൽ വിമാനങ്ങളായിരുന്നു. അമേരിക്കയുടെ വിമാനങ്ങൾ എത്തുന്നതിന് മുമ്പേ അവർ ലക്ഷ്യങ്ങൾ തകർത്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എക്സസൈസ് വരുണ, ഇന്ത്യൻ നേവിയും ഫ്രഞ്ച് നേവിയും നടത്തുന്ന അഭ്യാസങ്ങളിൽ റഫാൽ വിമാനങ്ങൾ പലപ്പോഴും MiG-29Kയേക്കാളൊക്കെ ഒരുപാട് മികച്ചു നിന്നിട്ടുണ്ട്. 2008 നടന്ന ഒരു പരിശീലനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങളിൽ ഒന്നായ അമേരിക്കയുടെ F-22 റാപ്റ്ററിനെ ഡോഗ് ഫൈറ്റിൽ കിൽ ചെയ്യാനായിട്ട് റഫേലിന് സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. റഫേലിൻ്റെ ഓപ്റ്റിക്കൽ സെൻസറുകളും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും ഒക്കെയാണ് ഇതിന് സഹായിച്ചത്. നമുക്കൊന്നും കൂടെ തിരിച്ച് 207 എന്നുള്ള സംഖ്യയിലേക്ക് തന്നെ വരാം. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഓർഡർ? ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന സാമ്പത്തിക ലാഭം ഒരുപാട് വലുതാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വിമാനം പല ഉപയോഗം. അതായത് എയർഫോഴ്സിനും നേവിക്കും ഒരേ വിമാനമായതുകൊണ്ട് 70 മുതൽ 80% പാർട്സുകളും സമാനമായിരിക്കും. അപ്പോൾ അറ്റകുറ്റപ്പണികൾക്കും സ്പെയർ പാർട്സുകൾക്കും ഒരേ സംവിധാനം മതി. ഇതുവഴി കോടിക്കണക്കിന് രൂപ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, മേക്ക് ഇൻ ഇന്ത്യ. 200 വിമാനങ്ങളുടെ ഓർഡർ ലഭിക്കുമ്പോൾ ഡസോ ഏവിയേഷൻ കമ്പനിക്ക് ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് തുടങ്ങാതിരിക്കാനായിട്ട് കഴിയില്ല. പിന്നെ മറ്റൊന്നാണ് റഫേലിൻ്റെ F-4, F-5 സ്റ്റാൻഡേർഡ്. അതായത് പുതിയതായിട്ട് വരുന്ന എല്ലാ വിമാനങ്ങളും ഏറ്റവും പുതിയ F-4 അല്ലെങ്കിൽ വരാനിരിക്കുന്ന F-5 സ്റ്റാൻഡേർഡ് ആയിരിക്കും. ചൈനയുടെ എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന മലാക്ക കടലിടുക്കിന് കാവൽ നിൽക്കാനായിട്ട് INS വിക്രാന്തിനും റഫേലുകൾക്കും സാധിക്കും. 2 വിമാനവാഹിനി കപ്പലുകൾ, ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും, എപ്പോഴും ഓപ്പറേഷനിലായിരിക്കാനും മൂന്നാമത്തതൊന്ന് അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ റിസർവായോ സൂക്ഷിക്കാനും ഈ 31 വിമാനങ്ങളുടെ വരവും നമ്മളെ സഹായിക്കും. ചുരുക്കത്തിൽ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ സ്വന്തം സമുദ്രമായി തന്നെ തുടരും. സുഹൃത്തുക്കളെ, ലാ ട്രിബ്യൂൺ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയുടെ മാറുന്ന ചിന്താഗതിയിലേക്കാണ്. തദ്ദേശീയമായിട്ട് ആയുധങ്ങളും ഉണ്ടാക്കണം എന്ന വാശി നല്ലതാണ്, പക്ഷേ അത് രാജ്യം അരക്ഷിതാവസ്ഥയിലാകുന്നത് വരെ കാത്തിരുന്നു കൊണ്ടാകരുത്. പക്ഷേ ഈ ഒരു വാർത്തയെപ്പറ്റി ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു പക്ഷേ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ പ്രൊജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് വരെ ഇതൊരു സീക്രട്ടായിട്ട് വയ്ക്കാനായിരിക്കും നമ്മുടെ അധികാരികൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതൊരു സത്യമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ നേവൽ ഏവിയേഷൻ വിങ് ഇന്ത്യൻ നേവിയുടെ ആയിരിക്കും. ആകാശത്ത് 200-ലധികം റഫേലുകൾ ഇടിമുഴക്കം സൃഷ്ടിക്കുമ്പോൾ അത് ശത്രുക്കളുടെ നെഞ്ചിൽ തീപ്പൊരി വിതറുമെന്നുള്ളത് ഉറപ്പ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ നിങ്ങളൊന്ന് മുതിരണം. വീണ്ടും കാണാൻ നല്ലൊരു വിഷയമായിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.